പൊന്നാര ഗായ്സ്, കോഴിക്കോടൊക്കെ പോയിട്ട് തിരിച്ച് വീട്ടിലെത്തി. അയ്യോ, വന്ന് നല്ല അടിപൊളി ഒരു കുളിയൊക്കെ പാസ്സാക്കി. നാളെ ഷൂട്ടുള്ളതല്ലേ, അപ്പം കൈ സുഖമില്ലാത്തത് കൊണ്ട് ഡെയിലി തല നനയ്ക്കാറില്ല. ഒന്നരണ്ണൊക്കെ തല നനയ്ക്കാറ്. അപ്പോൾ തലയൊക്കെ ഒന്ന് ഷാമ്പുട്ടൊക്കെ കഴുകി ഒന്ന് ഫ്രഷായി. ഞാൻ ഒരുപാട് ഇൻ്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട്. എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് മറ്റൊരാളെ കൂടെ അഭിനയിക്കാൻ പോകുന്നത്. അപ്പോൾ അത് ഫസ്റ്റ് ടൈം കേട്ടോ. അല്ലാതെ ഞാൻ, അരുണ്, ഇക്കാക്ക, അതേപോലെ ഷാനു, സിനു, ഇവരുടെയൊക്കെ കൂടെ ഞാൻ ചുമ്മാ റീൽസ് എടുത്തിട്ടുണ്ട് എന്നല്ലാതെ പുറത്തൊരാളുടെ കൂടെ ഫസ്റ്റ് ടൈം. പുറത്തൊരാളുടെ കൂടെ എൻ്റെ കമ്പനിക്കാരുടെയൊക്കെ കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അത് പുറത്തൊരാളുടെ കൂടെ എന്താ പറയുക, പ്രൊഫഷണലായിട്ട് ഫസ്റ്റ് ടൈമാണ് ഒരു ഷൂട്ടിന് പോകുന്നത്. അപ്പോൾ എനിക്ക് പരിചയമുള്ളൊരു വ്യക്തിയാണ്, എൻ്റെ തൊട്ട അയൽവക്കാണെന്ന് പറയാം. ഞാനും അദ്ദേഹം തമ്മിൽ എൻ്റെ നാട്ടിൽ നിന്ന് ഒരു 6 കിലോമീറ്റർ കഷ്ടിച്ച് അത്ര വ്യത്യാസമുള്ള. പക്ഷെ ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല. നാളെയാണ് നേരിട്ട് കാണാൻ പോകുന്നത്. ആളാരാന്നൊക്കെ ഉള്ളത് നാളെ ഞാൻ പറയാം. അപ്പോൾ 1-2 സ്ഥലത്തുനിന്ന് ഷൂട്ട് ചെയ്യാനൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഈ മാലയുടെ ഉള്ളിലൊക്കെ വെള്ളം കയറുന്നിട്ട് അലമ്പാവുക. അപ്പം എന്നിട്ട് എന്താ പറയുക, അപ്പോൾ അതിനുള്ള എല്ലാ പുറപ്പാടുകളുമാണ്. അതിനുള്ള ബാക്കി കാര്യങ്ങളൊക്കെ നോക്കണം. ഞാൻ കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുള്ളതൊക്കെ മേടിച്ച് എനിക്ക് തിരിച്ച് വരുന്ന വഴിക്ക് കവറും പറഞ്ഞതുപോലെ ഫോണും ബാഗും മഴയും കുട എടുത്തിട്ടില്ലായിരുന്നു. എൻ്റെ കുട എവിടെയാണ് മിസ്സായിപ്പോയതെന്ന് എനിക്കറിയില്ല. എൻ്റെ കാക്ക പ്രിയത്തോടെ കൊണ്ടുത്തന്നൊരു കൂടെയാണ് മക്കളെ. അത് എവിടെ പോയി എന്നറിയത്തില്ല. എന്നിട്ട് അങ്ങനെയാണ് ഒന്ന് കിടന്നുറങ്ങണം. 5 മണിയായി, പിള്ളേരിപ്പോൾ വരും. അപ്പോൾ അവർക്കിന്ന് ബർഗറും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ട് ഒരു ഫോണില്ലാത്ത ഞാൻ കഴിച്ചു കേട്ടോ. വലിയ ടേസ്റ്റൊന്നുമില്ല. പിന്നെ ഞാൻ മേടിച്ചത് എന്താ വെച്ചാൽ മാങ്ങ മേടിച്ചു. മാങ്ങ അവർക്കല്ല കേട്ടോ, എനിക്ക് നട്ടപ്പാതൊക്കെ ജ്യൂസ് കുടിക്കുന്ന പൂതിയുണ്ട്. അതിന് വേണ്ടിയിട്ടാണ്. എനിക്ക് ഗുളിക കുടിച്ചാൽ കുറച്ച് ഓർമ്മക്കുറവുണ്ട്, പൊതുവെ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഒരു ലിസ്റ്റ് തരും. ഞാൻ ലിസ്റ്റ് പറയും, മോനെ മാങ്ങ മാത്രമേ പറ്റുള്ളൂ എനിക്ക് കേട്ടോ. മാങ്ങ പാലിൽ തേനൊഴിച്ചിട്ട് അടിയടാന്ന് പറയും. എന്നിട്ട് പിറ്റേന്ന് ചോദിക്കും, ഓർമ്മ ഉണ്ടായിരിക്കുന്നല്ലോ പറഞ്ഞ്. ഇതൊക്കെ കണ്ടോ, ഡോണറ്റ് വാങ്ങിയതാണ്. ഞാൻ പറയാം എന്താണെന്നറിയോ, സായിപ്പിൻ്റെ വടാണ്. അപ്പോൾ അവിടുത്തെ ഡോണറ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ബർഗർ പറ്റാട്ടോ, ഡോണറ്റ്. നല്ല അടിപൊളി സാധനം. ബസന്തി നല്ല സോഫ്റ്റ്, നല്ല സാധനം. അതെ, പിന്നെ മേടിച്ചത് മറ്റേതാ, കപ്പ് കേക്കാണ്. അത് അമ്മ ഒരു ദിവസം ഉള്ളിയിരുന്ന് കപ്പ് കേക്ക് വാങ്ങിക്കൊണ്ടു വന്നു. ഞാൻ ഷോപ്പിൽ തന്നെയാണോ മേടിച്ചത് എനിക്കറിയില്ല. ഹൗസ് വാമിങ്ങിന് ആ കുത്തിരുന്ന് തിന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് കരുതി വാങ്ങിയതാ. പിള്ളേർക്ക് വലിയ ഇഷ്ടമല്ല കേട്ടോ. പക്ഷെ എനിക്ക് എൻ്റെ ഫേവററ്റ് അത്. ഞാൻ ഒന്നറിഞ്ഞ് രണ്ടാമത്തേനെ അറിയും. എനിക്ക് സായിപ്പിൻ്റെ വട വേണം. ഞാൻ ഇട്ട പേരാ സായിപ്പിൻ്റെ വട. നല്ല സോഫ്റ്റ്. ഞാൻ കണ്ടപ്പം ഇത്ര സോഫ്റ്റ്നെസ് പ്രതീക്ഷിച്ചില്ല. ഞാൻ വിചാരിച്ചു മരം പോലെ ഉള്ളത് നമ്മൾ മുറിച്ച് എന്തെങ്കിലും ആയുധം കൊണ്ട് മുറിച്ച് കഴിക്കേണ്ടി വരും. പക്ഷെ അത് അങ്ങനെയൊന്നുമല്ല, നല്ല സോഫ്റ്റാണ്. ഇന്നെന്ത് മഴയാടോ. അപ്പം അങ്ങനെയാണ്. അപ്പോൾ സാധനങ്ങളൊക്കെ ഒന്നും പാക്ക് ചെയ്ത് വെക്കണം. ജസ്റ്റ് എന്തെങ്കിലും മറന്നു പോയാൽ പോയില്ലേ. ഓരോരോ കോസ്റ്റ്യൂമിനും വളയും
മാലയൊക്കെ ഓരോരോ ബോക്സിലാക്കി വെച്ചത്. എൻ്റെ അടുത്ത് ഇഷ്ടം പോലെ ബോക്സ് ഉണ്ടല്ലോ, പെയിൻറ്റിങ്ങിൻ്റെ ബോക്സ് ഉണ്ടല്ലോ അത്. റെഡിനാണ് റെഡ് വളയും കമ്മലും. മാല പിന്നെ വേണ്ടല്ലോ, ഒന്ന് സിനുവിനെ പറഞ്ഞു വിട്ടിട്ട് വേണം വീട്ടിൽ നിന്ന് മാലയൊക്കെ എടുത്ത് കൊണ്ടുവരാനും. നല്ല രസമാണ് കേട്ടോ, ഒട്ടും പ്രതീക്ഷയില്ല. അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് ഒതുക്കി പെറുക്കി വെച്ചാൽ ഇന്നത്തെ എൻ്റെ പരിപാടി കഴിഞ്ഞു. ബായ്.